പ്രണയനിലാവിന്റെ കൊട്ടാരം. രചന വസീം അക്രം. കൊച്ചി നഗരം അന്ന് പതിലും കൂടുതൽ സുന്ദരിയായിരുന്നു. അറേബ്യൻ കടലിൽ നിന്ന് വീശുന്ന ഉപ്പുകാറ്റ് മറൈൻ ഡ്രൈവിലെ നടപ്പാതകളിൽ തട്ടി ചിതറുന്നു. കായൽ പരപ്പിലൂടെ നീങ്ങുന്ന ബോട്ടുകൾക്കും അങ്ങ് ദൂരെ ചൈനീസ് വലകൾക്കും സാക്ഷിയായി സിദ്ധാർത്ഥ ആ പഴയ ബെഞ്ചിലിരുന്നു. സിദ്ധാർത്ഥ് അവനൊരു പ്രഹേളികയാണ്. 6 വർഷം മുമ്പത്തെ ആ രാത്രി അവന്റെ ഓർമ്മകളെ ഒരു കരിമ്പടം കൊണ്ട് മൂടിയിരിക്കുന്നു. ചിലപ്പോൾ മിന്നിമറയുന്ന ചില മിന്നായങ്ങൾ മാത്രം, ഒരു മഞ്ഞു വീണ കൊട്ടാരം, ഒരു പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി, പിന്നെ ആരെയും ഭയപ്പെടുത്തുന്ന ആ നിലവിളി. എടാ സിധു, നീ ഇങ്ങനെ സ്റ്റാച്യൂവിലിരുന്ന പണി വാളും, നമുക്ക് ചരിത്രം തിരുത്തി കുറിക്കാനുള്ളതാ. ആ ശബ്ദം കേട്ടപ്പോഴാണ് സിദ്ധാർത്ഥ ഞെട്ടി ഉണർന്നത്. തന്റെ പ്രിയപ്പെട്ട കസിൻസ് ജിത്തു, ബോണി, ടോണി, അവരാണ് അവന്റെ ലോകം. അവന്റെ ഓർമ്മയില്ലാത്ത കാലത്തെ അവന് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നവർ. നമ്മൾ ശരിക്കും പോവുകയാണോ? സിദ്ധാർത്ഥ സംശയത്തോടെ ചോദിച്ചു. പിന്നല്ലാണ്ട്, ഈ കൊച്ചിയിലെ ചൂടിൽ നിന്ന് നിന്റെ ബാക്കിയുള്ള ഓർമ്മ കൂടി ഒരുക്കിപ്പോവും. ജിത്തു അവന് തോൾക്കൈയിട്ട് പറഞ്ഞു. നമ്മൾ പോകുന്ന നീഹാരികയിലേക്കാ, നിന്റെ പഴയ പ്രണയനിലാവിന്റെ ആ കൊട്ടാരത്തിലേക്ക്. അവരുടെ കൊലകൊമ്പൻ ജീപ്പ് ദൂരെ നിന്ന് ഒച്ചയുണ്ടാക്കി വരുന്നുണ്ടായിരുന്നു. ബോണി ഗമയിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഹോൺ അടിച്ചു. ടോണി ആവട്ടെ തന്റെ കണ്ണട ശരിയാക്കി വശങ്ങളിൽ നടന്നു പോകുന്ന കുട്ടികളെ നോക്കി കൈവീശുന്നുണ്ടായിരുന്നു. ജീവിതത്തിന്റെ ഭാരമില്ലാതെ ആ പഴയ ജീപ്പ് കൊച്ചിയിലെ തിരക്കുകളെ കീറിമുറിച്ച് മുന്നോട്ട് നീങ്ങി. നഗരത്തിന്റെ പുകമറകൾ ഒഴിഞ്ഞു മാറിയപ്പോൾ പ്രകൃതി പച്ചപ്പിലേക്ക് വഴിമാറി. യാത്രയിലുടനീളം ജിത്തുവിന്റെയും ടോണിയുടെയും തമാശകൾ സിദ്ധാർത്ഥിനെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. എടാ ജിത്തു, ആ പഴയ കൊട്ടാരത്തിൽ ഇപ്പോഴാ പെൺകുട്ടി ഉണ്ടാവോ? ബോണി പതുക്കെ ചോദിച്ചു. ജിത്തു സിദ്ധാർത്ഥിനെ നോക്കി, എന്നിട്ട് പതുക്കെ പറഞ്ഞു. അവള് കാത്തിരിക്കുന്നുണ്ടാവും ബോണി. 6 വർഷമല്ല, ഒരു യുഗം കഴിഞ്ഞാലും ചിലർക്കായി കാത്തിരിക്കും. ജീപ്പ് മലകയറി തുടങ്ങിയപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു തണുപ്പ് പടർന്നു. കോടമഞ്ഞ് ജീപ്പിന്റെ ചില്ലുകളിൽ മുട്ടുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് കണ്ണുകൾ അടച്ചു. തണുത്ത കാറ്റ് അവന്റെ കാതുകളിൽ എന്തോ മന്ത്രിക്കുന്ന പോലെ. സിദ്ധാർത്ഥ്, തിരിച്ചു വരൂ. അതൊരു വിളിയായിരുന്നു. 6 വർഷത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവന്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന ഒരു പ്രണയനാഥം. മുകളിലേക്ക് നോക്കിയപ്പോൾ മഞ്ഞിൻ കണങ്ങൾക്കിടയിലൂടെ ആ പഴയ കൊട്ടാരത്തിന്റെ ഗോപുരം ദൃശ്യമായി തുടങ്ങി. 6 വർഷത്തെ രഹസ്യങ്ങൾ ഉറങ്ങുന്ന പ്രണയനിലാവിന്റെ കൊട്ടാരം. ജീപ്പ് കൊട്ടാരത്തിന്റെ വലിയ ഇരുമ്പ് വടവുകൾക്ക് മുന്നിൽ നിന്നപ്പോൾ ജിത്തുവിന്റെയും ടോണിയുടെയും തമാശകൾ പെട്ടെന്ന് നിലച്ചു. അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു ഭാരമുള്ള പോലെ ആ വലിയ ഗേറ്റിന് മുകളിൽ തുരുമ്പിച്ച ചെങ്ങലകൾ കാറ്റിൽ ആടി ഉലയുന്നുണ്ട്. നമ്മളിവിടെ എത്താൻ പാടില്ലായിരുന്നു എനിക്കിപ്പോ ഒരു തോന്നൽ, ടോണി ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവന്റെ മുഖത്തെ പഴയ പ്രസരിപ്പ് മാഞ്ഞു പോയിരുന്നു. സിദ്ധാർത്ഥ് ജീപ്പിൽ നിന്നിറങ്ങി. ആ നിമിഷം കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലയിൽ ഒരു ജനാലവിരി പതുക്കെ നീങ്ങിയത് അവൻ കണ്ടു. മഞ്ഞിന്റെ പുകപടലങ്ങൾക്കിടയിലൂടെ തിളങ്ങുന്ന 2 കണ്ണുകൾ തന്നെ നോക്കി നിൽക്കുന്നു. അതൊരു മനുഷ്യനാണോ അതോ തന്റെ ഓർമ്മകളിലെ നിഴൽ രൂപമാണോ എന്ന് അവന് തിരിച്ചറിയാനായില്ല. പെട്ടെന്ന് എവിടെ നിന്നില്ലാതെ ഒരു കറുത്ത പക്ഷി ചിറകടിച്ചുയർന്നു. കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ആരോ ഒരു പഴയ ഗ്രാമഫോൺ റെക്കോർഡിട്ട പോലെ നേർത്തൊരു സംഗീതം ഒഴുകി വന്നു. അത് അവന്റെ വിവാഹ നിശ്ചയത്തിന് അന്ന് പാടിയ അതേ പാട്ടായിരുന്നു. സിധു, വാ, അതേക്ക് വാ, ബോണി അവന്റെ തോളിൽ തൊട്ട് പറഞ്ഞു. സിദ്ധാർത്ഥ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. പക്ഷെ അവന്റെ കാലുകൾക്ക് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. 6 വർഷം മുമ്പ് താൻ ഇവിടെ നിന്ന് ഓടിപ്പോയത് എന്തിനായിരുന്നു? ആ മരവിച്ച രാത്രിയിൽ താൻ കണ്ട ആ മുഖം ആരുടേതായിരുന്നു? ആ ഗേറ്റ് തുറക്കുമ്പോൾ ഉയർന്ന ശീൽക്കാര ശബ്ദം ഒരു മുന്നറിയിപ്പ് പോലെ തോന്നി. ഓർമ്മകൾ തിരിച്ചു പിടിക്കാമെന്ന് സിദ്ധാർത്ഥ അറിഞ്ഞില്ല. താൻ നടന്നു കയറുന്നത് പൂട്ടിയിട്ട് ഒരു വലിയ ചതിക്കുഴിയിലേക്കാണെന്ന്. കൊട്ടാരത്തിന്റെ ഇരുളിൽ ആരോ ഒരാൾ സിദ്ധാർത്ഥിന്റെ ഓരോ ചൂടും എണ്ണി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ രക്തവർണ്ണമുള്ള ഒരു പനിനീർ പൂവ് ഞെരിച്ചുകൊണ്ട് ആ രൂപം മന്ത്രിച്ചു. സ്വാഗതം സിദ്ധാർത്ഥ്, നിന്റെ മരണത്തിലേക്കും പ്രണയത്തിലേക്കും ഒരേപോലെ സ്വാഗതം. കൊട്ടാരത്തിന്റെ ഭീമാകാരമായ മരവാതിലുകൾ തുറന്നപ്പോഴുണ്ടായ ശബ്ദം ആ നിശബ്ദതയെ കീറിമുറിച്ചു. ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന പഴയ ചന്ദനത്തിരിയുടെയും നനഞ്ഞ മണ്ണിന്റെയും ഗന്ധം സിദ്ധാർത്ഥിന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഇരച്ചു കയറി. ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴയ തറവാട്ടുകാരന്മാരുടെ ഛായാചിത്രങ്ങൾ തങ്ങളെ തന്നെ തുറിച്ചു നോക്കുന്ന പോലെ സിദ്ധാർത്ഥിന് തോന്നി. എടാ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ടോണി പേടിയോടെ ചുറ്റും നോക്കി. അവന്റെ ശബ്ദ ഹാളിൽ പ്രതിധ്വനിച്ചു. പെട്ടെന്ന് ഗോവണിപ്പടികൾക്ക് മുകളിൽ വിളക്ക് തെളിഞ്ഞു. കയ്യിലൊരു പിച്ചള വിളക്കുമായി വെള്ളവസ്ത്രം ധരിച്ച പ്രായമായ ഒരാൾ താഴേക്ക് ഇറങ്ങി വന്നു. കൊട്ടാരത്തിലെ പഴയ കാര്യസ്ഥൻ രാഘവൻ നായരായിരുന്നത്. സിദ്ധാർത്ഥമോ വരുമെന്ന് എനിക്കറിയായിരുന്നു. കാലം 6 വർഷം കഴിഞ്ഞെങ്കിലും ഈ ചുമരുകൾക്ക് ഇപ്പോഴും നിന്റെ ഗന്ധം തിരിച്ചറിയാൻ. രാഘവൻ നായരുടെ വാക്കുകൾ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ഒരു വിറയിലുണ്ടാക്കി. രാത്രി കനത്തു. കസിൻസ് 3 പേരും ആ വലിയ മുറിയിലും സിദ്ധാർത്ഥ് തൊട്ടടുത്തുള്ള ചെറിയ മുറിയിലുമാണ് കിടന്നത്. ജിത്തുവും ടോണിയും യാത്രയുടെ ക്ഷീണത്തിൽ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ ഉറക്കം വന്നില്ല. ജനാലക്ക് പുറത്ത് കാറ്റ് മരച്ചില്ലകളെ തട്ടിയുലക്കുന്ന ശബ്ദം മാത്രം. പെട്ടെന്ന് അതൊരു പാദസരത്തിന്റെ ശബ്ദമായിരുന്നു. വളരെ നേർത്ത എന്നാൽ വ്യക്തമായ ശബ്ദം. അത് തന്നെ മുറിയുടെ വാതിലടുത്ത് വന്നിരുന്ന പോലെ സിദ്ധാർത്ഥിന് തോന്നി. അവൻ പതുക്കെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്ത് നീളമേറിയ ഇടനാഴി ഇരുളിൽ ആണ്ടിരിക്കുകയാണ്. ദൂരെ ഇടനാഴിയുടെ അറ്റത്ത് ഒരു പെൺരൂപം നീങ്ങുന്നു അവൻ കണ്ടു. അവന്റെ ഹൃദയം പടപടാൻ പിടിച്ചു. അനന്യ, അവൻ അറിയാതെ വിളിച്ചുപോയി. ആ രൂപം തിരിഞ്ഞു നോക്കിയില്ല. അത് നേരെ പോയത് കൊട്ടാരത്തിന്റെ തെക്കേ അറ്റത്തുള്ള നിഗൂഢതകളുടെ മുറിയെന്ന് വിളിക്കപ്പെടുന്ന പഴയ ലൈബ്രറിയിലേക്കാണ്.
സിദ്ധാർത്ഥ ആ രൂപത്തെ പിന്തുടർന്ന് ലൈബ്രറിയുടെ വാതിൽ പാതി തുറന്നിടക്കുകയായിരുന്നു. അകത്ത് കയറി അവൻ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. മേശപ്പുറത്ത് ഒരു ഡയറി തുറന്നു വെച്ചിരിക്കുന്നു. അതിൽ 6 വർഷം മുമ്പത്തെ അപകടം നടന്ന ദിവസത്തെ പേജിൽ രക്തം പുരണ്ട ഒരു വിരലടയാളം. അതിന് താഴെ വിറക്കുന്ന അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അന്ന് നീ കണ്ട സത്യമല്ലായിരുന്നു സിദ്ധാർത്ഥ്. നിന്നെ ചായ്ച്ച് നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പെട്ടെന്ന് പിന്നിൽ നിഴലനങ്ങുന്ന കണ്ട് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി. പക്ഷെ ആരുമില്ല. പകരം ലൈബ്രറിയുടെ വലിയ ജനാലയിലൂടെ പുറത്ത് നിലാവെളിച്ചത്തിൽ അവൻ കണ്ടത് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിൽക്കുന്ന ജിത്തുവിനെയും ബോണിയെയും ടോണിയെയുമാണ്. അവരവിടെ എന്ത് ചെയ്യുകയാണ്? ഉറങ്ങാൻ പോയവർ എന്തിനാണ് ഈ പാതിരാത്രി രഹസ്യമായി മുറ്റത്ത് ഒത്തുകൂടുന്നത്? സിദ്ധാർത്ഥ് ജനാൽക്കലിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ജിത്തു തലയുയർത്തി മുകളിലേക്ക് നോക്കി. അവന്റെ മുഖത്ത് സിദ്ധാർത്ഥ് ഇതുവരെ കാണാത്തൊരു ഗൗരവമായിരുന്നു. ജിത്തുവിന്റെ കയ്യിൽ ഒരു പഴയ പെട്ടിയിരിക്കുന്ന സിദ്ധാർത്ഥ് കണ്ടു. അത് തന്റെ വിവാഹ ദിവസം കാണാതായ ആ വലിയ രഹസ്യപ്പെട്ടിയല്ലേ? സിദ്ധാർത്ഥിന്റെ തല കറങ്ങുന്ന പോലെ തോന്നി. തന്റെ ഓർമ്മകൾ തിരിച്ചു പിടിക്കാൻ തന്നെ സഹായിക്കുന്ന കസിൻസ് തന്നെയാണോ തന്നെ ചതിക്കുന്നത്, അതോ തന്റെ ഓർമ്മകൾ തന്നെയാണോ തന്നെ വഞ്ചിക്കുന്നത്? പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ അവന്റെ തോളിൽ കൈവച്ചു. ഭയത്തോടെ തിരിഞ്ഞു നോക്കിയ സിദ്ധാർത്ഥ് കണ്ടത് ആരെയും ആയിരുന്നില്ല. പകരം കാറ്റിൽ ആടി ഉലഞ്ഞൊരു പഴയ വലിയ കർട്ടൻ അവന്റെ തോളിൽ വന്ന് തട്ടിയതാണ്. പക്ഷെ ആ ആശ്വാസം അധികം നേരം നീണ്ടു നിന്നില്ല. താൻ നിൽക്കുന്ന ലൈബ്രറിയിലെ വലിയ ആൾക്കണ്ണാടിയിലേക്ക് സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ തറച്ചുപോയി. കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തിന് തൊട്ടു പിന്നിലായി ആ മങ്ങിയ വെളിച്ചത്തിൽ ഒരു പെൺരൂപം നിൽക്കുന്നു. തൂവെള്ള വസ്ത്രം ധരിച്ച, മുഖം മഞ്ഞു മൂടിയതുപോലെ അവ്യക്തമായൊരു രൂപം. ആൾ അവനെ നോക്കി കൈനീട്ടുകയാണ്. പക്ഷേ സിദ്ധാർത്ഥ് നേരിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. കണ്ണാടിയിൽ മാത്രം തെളിയുന്ന ആ രൂപം ഒരു നിമിഷം കൊണ്ട് മാഞ്ഞുപോയി. അവൻ കിതച്ചുകൊണ്ട് മുറ്റത്തേക്ക് നോക്കി. ജിത്തുവും സംഘവും ആ പെട്ടിയുമായി ഇരുട്ടിലേക്ക് മറഞ്ഞു കഴിഞ്ഞു. അവന്റെ തലക്കുള്ളിൽ 1000 ചെണ്ടകൾ ഒരേ സമയം കൊട്ടുന്ന പോലെ തോന്നി. സത്യം, എനിക്ക് സത്യം അറിയണം. അവൻ വേച്ചുപോയി. മുറിയിലാകെ വിചിത്രമായ മണം പടർന്നു. 6 വർഷം മുമ്പ് ആ വിവാഹപ്പന്തലിൽ കത്തിയെരിഞ്ഞ പൂക്കളുടെയും ചന്ദനത്തിന്റെയും അതേ ഗന്ധം. ഭയവും ആകാംക്ഷയും കൊണ്ട് വിറക്കുന്ന ഹൃദയവുമായി സിദ്ധാർത്ഥന്റെ മുറിയിലേക്ക് ഓടി. ആ രാത്രിക്ക് ഇനി ആയുസ് കുറവാണ്. പക്ഷേ വെളിച്ചം വരുമ്പോൾ തെളിയാൻ പോകുന്നത് പ്രണയത്തിന്റെ ഓർമ്മകളാണോ അതോ പച്ചയായ ചതിയുടെ മുഖമാണോ എന്ന് അവൻ അറിയില്ലായിരുന്നു. നീയാരികയിലെ പ്രഭാതത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ സൂര്യപ്രകാശം വരുന്നതിന് മുമ്പേ കോടമഞ്ഞ് കൊട്ടാരത്തെ പൊതി. ജനാൽക്കൽ തട്ടി വിളിച്ച കിളികളുടെ ശബ്ദം കേട്ടാണ് സിദ്ധാർത്ഥ് ഉണർന്നത്. പക്ഷേ രാത്രി കണ്ട കാഴ്ചകൾ ഒരു ദുസ്വപ്നം പോലെ അവന്റെ ഉള്ളിൽ കിടന്ന് വിങ്ങുന്നുണ്ടായിരുന്നു. താഴെ ഡൈനിങ് ഹാളിൽ ജിത്തുവും ബോണിയും ടോണിയും അതീവ സന്തോഷത്തോടെ പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. തലേ ദിവസം രാത്രി കണ്ട ആ ഗൗരവമൊന്നും ഇപ്പോൾ അവരുടെ മുഖത്തില്ല. എന്താ സിധു, നീ ഉറങ്ങില്ലേ? നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ജിത്തു ഒരു ഇഡ്ഡലി കഷ്ണം വായിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. സിദ്ധാർത്ഥ് അവരുടെ അടുത്തേക്ക് നടന്നു. അവൻ ശബ്ദം താഴ്ത്തി എന്നാൽ ഗൗരവത്തിൽ ചോദിച്ചു: ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? അവരുടെ കൈകൾ ഒരു നിമിഷം ചലനമറ്റ പോലെ തോന്നി. 3 പേരും ഒന്ന് പരസ്പരം നോക്കി. ഞങ്ങളിവിടെ കിടന്നിറങ്ങിയായിരുന്നു. എടാ സിധു, നീ വല്ല സ്വപ്നം കണ്ടതാവും, ടോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ആ ചിരിയിലൊരു പതർച്ചയുണ്ടായിരുന്നു. അല്ല, ഞാൻ കണ്ടതാ. നിങ്ങൾ ആ പഴയ പെട്ടിയുമായി മുറ്റത്ത് നിൽക്കുന്നത്. എന്താണ് ആ പെട്ടിയിൽ? എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് ഒളിക്കുന്നത്? സിദ്ധാർത്ഥിന്റെ ശബ്ദം അല്പം ഉയർന്നു. ഹാളിൽ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. ജിത്തു എഴുന്നേറ്റ് സിദ്ധാർത്ഥിന്റെ അടുത്ത് വന്നു. സിധു, നീ ചില കാര്യങ്ങൾ അറിയാതിരിക്കാൻ നല്ലത്. നിന്റെ ഓർമ്മകൾക്ക് അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ജിത്തു പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ കൊട്ടാരത്തിന്റെ വലിയ ഉമ്മറത്തെ ഒരു കാറ് വന്ന് നിന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് ശ്വാസം നിലച്ച പോലെ തോന്നി. തൂവെള്ള ചുരിദാർ ധരിച്ച് കണ്ണുകളിൽ ഒരു കടലിരുമ്പുന്ന ഗൗരവമായി അവൾ വരികയാണ്. അനന്യ. 6 വർഷം മുമ്പ് തന്റെ ഹൃദയമിടിപ്പായിരുന്നവൾ. പക്ഷേ ഇന്ന് അവളുടെ മുഖത്ത് പ്രണയമില്ല. പകരം വല്ലാത്തൊരു ദേഷ്യവും വിഷാദവും കലർന്ന ഭാവമാണ്. അവൾ സിദ്ധാർത്ഥിനെ കടന്നു പോകുമ്പോൾ പഴയ ആ പാലപ്പൂവിന്റെ ഗന്ധം വീണ്ടും അവനെ പൊതിഞ്ഞു. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? സിദ്ധാർത്ഥിന് മുമ്പിൽ വന്നിന്ന് അനന്യ ചോദിച്ചു. എനിക്ക് എൻ്റെ ഓർമ്മകൾ വേണം അനന്യ. നീ ആരാണെന്നും നമ്മൾ തമ്മിൽ എന്തായിരുന്നു എനിക്കറിയണം. അവളൊരു പരിഹാസ്യരിയോടെ സിദ്ധാർത്ഥിനെ നോക്കി. എന്നിട്ട് പതുക്കെ അവന്റെ കാതുകളിൽ മന്ത്രിച്ചു. ഓർമ്മകൾ തിരഞ്ഞു നടക്കേണ്ട സിദ്ധാർത്ഥ്, ഓർമ്മയില്ലാത്തതാണ് നിനക്ക് നല്ലത്. കാരണം ഈ കൊട്ടാരത്തിന്റെ ചുമരുകൾക്കുള്ളിൽ നീ സ്നേഹിച്ചവരല്ല, നിന്നെ കൊലക്കൊടുത്തവരാണ് നിന്റെ കൂടെയുള്ളത്. അവൾ വേഗത്തിലകത്തേക്ക് നടന്നുപോയി. സിദ്ധാർത്ഥ് അരിച്ചിരുന്നു പോയി. അവൻ തിരിഞ്ചിത്തുവിനെയും മറ്റുള്ളവരെയും നോക്കി. അവർ തലതാഴ്ത്തി നിൽക്കുകയാണ്. പെട്ടെന്ന് കൊട്ടാരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു അലർച്ച കേട്ടു. അത് രാഘവൻ നായരുടെ ശബ്ദമായിരുന്നു. എല്ലാവരും മുകളിലേക്ക് ഓടി. ലൈബ്രറിയുടെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. രാത്രി സിദ്ധാർത്ഥ് കണ്ട ആ പഴയ ഡയറി ഇപ്പോൾ തറയിൽ കിടക്കുന്നു. അതിനു ചുറ്റും ചിതറിക്കിടക്കുന്ന പനിനീർ പൂക്കൾ. അതിനിടയിൽ ഒരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. നീഹാരികയിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ വിട്ടു പോയില്ലെങ്കിൽ 6 വർഷം മുമ്പ് ബാക്കി വെച്ച ആ മരണം ഇന്ന് പൂർത്തിയാവും. ലൈബ്രറിയിൽ ആ ഭീഷണി കത്ത് കണ്ട് സിദ്ധാർത്ഥ് അടർന്നുപോയി. തന്നെ സ്നേഹത്തോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ജിത്തുവും ബോണിയും ടോണിയും ഇപ്പോൾ അവൻ അപരിചിതരെ പോലെ തോന്നി. അവരുടെ മുഖത്തെ നിശബ്ദത ഭയാനകമായിരുന്നു. ജിത്തു, എങ്കിലും നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? സിദ്ധാർത്ഥിന്റെ ശബ്ദത്തിൽ സങ്കടവിരോഷവും കലർന്നിരുന്നു. ജിത്തു അല്പം ഗൗരവത്തോടെ അവന്റെ അടുത്ത് വന്നു. സിധു, നീ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. നിന്നെ കൊല്ലാനല്ല, നിന്നെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ആ ശത്രു ഈ കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല.
പെട്ടെന്ന് ജനാലക്കൽ ഒരു നിഴൽ കണ്ട് സിദ്ധാർത്ഥ് പുറത്തേക്ക് ഓടി. കൊട്ടാരത്തിന്റെ പിന്നിലെ പഴയ പൂന്തോട്ടത്തിലൂടെ അനന്യ വേഗത്തിൽ നടന്നു പോകുന്ന അവൻ കണ്ടു. അവൻ അവളെ പിന്തുടർന്നു. പണ്ട് അവർ ഒരുമിച്ചിരുന്നിരുന്ന ആ പഴയ കളിത്തറക്കരികിൽ വെച്ച് അവൻ അവളെ തടഞ്ഞു. അനന്യ നിൽക്ക്, എനിക്ക് സത്യം അറിയണം. 6 വർഷം മുമ്പ് ആ വിവാഹപ്പന്തൽ വന്നാണ് സംഭവിച്ചത്. നീ എന്തിനാണ് വെറുക്കുന്നത്? സിദ്ധാർത്ഥ അവളുടെ കൈകളിൽ പിടിച്ചു നിർത്തി. അനന്യ തന്റെ കണ്ണീർ തുടച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, വെറുപ്പല്ല സിദ്ധാർത്ഥ്, ഭയ. 6 വർഷം മുമ്പ് നിന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച നിന്റെ ബന്ധുക്കളോ ശത്രുക്കളോ ആയിരുന്നില്ല. മറിച്ച് എൻ്റെ അച്ഛനെ ഈ കൊട്ടാരത്തിൽ ഒളിപ്പിച്ചു വെച്ച ആ പഴയ രഹസ്യപ്പെട്ടിക്കായി ദാഹിച്ചവരായിരുന്നു. അന്ന് നീ ആ പെട്ടി കൈക്കലാക്കിയും തെറ്റിദ്ധരിച്ചാണ് അവർ നിന്നെ ആക്രമിച്ചത്. ഇന്ന് ആ പെട്ടി നിന്റെ കസിൻസിന്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞോടെ അവർ വീണ്ടും ഉണർന്നിരിക്കുന്നു. ആര്? അത് അനന്യ പറഞ്ഞു തുടങ്ങിയതിന് മുമ്പ് തന്നെ ദൂരെ നിന്നൊരു വെടിവെച്ച് കേട്ടു. സിദ്ധാർത്ഥും അനന്യയും കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി. അവിടെ ഹാളിൽ ജിത്തുവും സംഘം ഒരു വലിയ സോഫയ്ക്ക് പിന്നിൽ പതുങ്ങിയിരിക്കുകയാണ്. കൊട്ടാരത്തിന്റെ പ്രധാന വാതിൽ തകർത്ത് അകത്തേക്ക് കയറിയത് 4-5 കറുത്ത വസ്ത്രധാരികളാണ്. അവരുടെ ഇടയിൽ നിന്നൊരാൾ മുന്നോട്ട് വന്നു. മുഖത്തെ തഴമ്പ് വെളിച്ചത്തിൽ തിളങ്ങി. അത് വിക്രമായിരുന്നു, സിദ്ധാർത്ഥിന്റെ അമ്മാവന്റെ മകൻ. എടാ സിദ്ധു, ആ പെട്ടിയോടെ! വിക്രം അലറി. നിന്റെ ഓർമ്മ പോയത് ഞങ്ങൾക്ക് നല്ലതായിരുന്നു. പക്ഷെ ഈ കസിൻസ് ടീം അത് വീണ്ടും കുത്തിപ്പൊക്കി. ഇനി ഒന്നുകിൽ ആ പെട്ടി, അല്ലെങ്കിൽ നിന്റെ മരണം. സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ എന്തോന്ന് മിന്നി മറഞ്ഞു. 6 വർഷം മുമ്പ് വിവാഹപ്പന്തലിൽ തീയിട്ടതും തന്നെ പിന്നിൽ നിന്ന് കത്തികൊണ്ട് കുത്തിയതും വിക്രമിന്റെ ഇതേ ചിരിയായിരുന്നു. ഓർമ്മകളുടെ ചില്ലുകൂട്ടിൽ നിന്ന് ഓരോരോ കഷ്ണങ്ങളായി സത്യങ്ങൾ തെളിഞ്ഞു വന്നു. പെട്ടെന്ന് ജിത്തു സിദ്ധാർത്ഥിനെ ആ പഴയ പെട്ടി എറിഞ്ഞു കൊടുത്തു. ഇതാ സിദ്ധു, നിന്റെ അച്ഛൻ നിനക്കായി തന്ന പെട്ടി. ഇതിനുള്ളിലുള്ള സ്വർണ്ണമല്ല, മറിച്ച് വിക്രമിന്റെ അച്ഛൻ ചെയ്ത വലിയൊരു കുറ്റകൃത്യത്തിന്റെ രേഖകളാണ്. പറഞ്ഞുകൊണ്ട് ടോണിയും ബോണിയും വിക്രമിന്റെ ആളുകളെ നേരിടുമ്പോൾ സിദ്ധാർത്ഥ ആ പെട്ടിയുമായി അനന്യയെ ചേർത്ത് പിടിച്ച് മുകളിലെ നിലയിലേക്ക് ഓടി. കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ സിദ്ധാർത്ഥിന് കാര്യം മനസ്സിലായി. ഈ കൊട്ടാരം വെറും ഓർമ്മകളുടെ ഇടമല്ല, ഇതൊരു ചതിക്കുഴിയാണ്. പക്ഷേ ഇന്ന് അവൻ ഓടിപ്പോവാൻ തയ്യാറല്ലായിരുന്നു. ഇന്ന് നിന്റെ അവസാനമാണ് വിക്രം, സിദ്ധാർത്ഥ ആ പെട്ടി ഉയർത്തിപ്പിടിച്ച് വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ നിമിഷം പുറകിൽ നിന്ന് രാഘവൻ നായർ ഒരു തോക്കുമായി സിദ്ധാർത്ഥ നേരെ വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ശാന്തത മാറി ക്രൂരത പടർന്നിരുന്നു. ക്ഷമിക്കണം സിദ്ധാർത്ഥ മോനെ, ഈ പെട്ടിക്ക് വേണ്ടി ഞാൻ 6 വർഷം കാത്തിരുന്നു. അതെനിക്ക് തരിക. വിശ്വസ്തൻ എന്ന് കരുതിയ രാഘവൻ നായരുടെ ഈ ചതി സിദ്ധാർത്ഥിനെ തളർത്തി കളഞ്ഞു. അവൻ അനന്യയെ തന്റെ പിന്നിലേക്ക് ചേർത്ത് നിർത്തി. ഇനി മുന്നിൽ മരണവും പിന്നിൽ വലിയൊരു കൊക്കയുമാണ്. മുകളിലത്തെ ബാൽക്കണിൽ ശ്വാസം അടക്കി പിടിച്ച നിമിഷങ്ങൾ. ഒരു വശത്ത് തോക്കുമായി നിൽക്കുന്ന വിശ്വസ്തനായ രാഘവൻ നായർ, മറുവശത്ത് താഴെ നിന്ന് മുരടനയ്ക്ക് കയറി വരുന്ന വിക്രമും കൂട്ടാളികളും. അനന്യയുടെ കൈകൾ സിദ്ധാർത്ഥിന്റെ കൈകളിൽ വിറച്ചുകൊണ്ടിരുന്നു. രാഘവൻ നായരെ, നിങ്ങളും? സിദ്ധാർത്ഥിന്റെ ശബ്ദത്തിൽ വലിയൊരു വേദനയുണ്ടായിരുന്നു. പണമല്ല മോനെ, പ്രതികാരമാ. രാഘവൻ നായരുടെ കണ്ണുകൾ ചുവന്നു. നിന്റെ അച്ഛൻ കാരണമാണ് എന്റെ കുടുംബം തകർന്ന്. ആ പെട്ടിയിലെ രേഖകൾ പുറത്തു വന്നാ നിന്റെ കുടുംബത്തിന്റെ മാന്യത തകരും. എനിക്കത് കാണണം. പെട്ടെന്ന് താഴെ നിന്നൊരു വലിയ ശബ്ദം കേട്ടു. ജിത്തുവും ബോണിയും ടോണിയും ചേർന്ന് വിക്രമിനെ മലർത്തിയടിച്ചിരിക്കുന്നു. താഴത്തെ നിലയിൽ വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ മുകളിൽ രാഘവൻ നായർ തോക്കിന്റെ ട്രിഗറിൽ വിരലമർത്തി. സിധു മാറിക്കോ! അനന്യ നിലവിളിച്ചു. ആ നിമിഷം 6 വർഷം മുമ്പത്തെ ആ രാത്രി സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ മിന്നി മറഞ്ഞു. അന്ന് താൻ വീണത് ഭയം കൊണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തന്റെ കൂടെ തന്റെ കസിൻസ് ഉണ്ട്, തന്റെ പ്രണയിനിയുണ്ട്. സിദ്ധാർത്ഥിനുള്ളിലെ ആ പഴയ സിദ്ധാർത്ഥ് ഉണർന്നു. രാഘവൻ നായർ വെടിയുതിർക്കുന്നതിന് മുമ്പേ സിദ്ധാർത്ഥന്റെ കയ്യിലുണ്ടായിരുന്ന ആ കനപ്പെട്ട പെട്ടി അദ്ദേഹത്തിന്റെ നേരെ എറിഞ്ഞു. പെട്ടി തട്ടി തോക്ക് താഴെ വീണു. സിദ്ധാർത്ഥ് ചാടി വീണ് രാഘവൻ നായരെ കീഴ്പ്പെടുത്തി. അപ്പോഴേക്കും ജിത്തുവും സംഘവും മുകളിലെത്തി വിക്രമിനെ വിലങ്ങു വെച്ചിരുന്നു. എടാ സിധു, പണി തീർന്നു, ജിത്തു കിതച്ചുകൊണ്ട് പറഞ്ഞു. പോലീസുകാർ താഴ്ത്തി കഴിഞ്ഞു. ആ പെട്ടിയിൽ നിന്റെ അച്ഛൻ ഒളിപ്പിച്ചു വെച്ചത് നിന്റെ കുടുംബത്തിന്റെ കുറവുകളല്ല, മറിച്ച് വിക്രമിന്റെ അച്ഛനും രാഘവൻ നായരും ചേർന്ന് നടത്തിയ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ തെളിവുകളായിരുന്നു. നിന്നെ കൊന്നാൽ ആ രഹസ്യം നന്നേക്കുമായി തീരുമെന്ന് അവർ കരുതി. സത്യം വെളിപ്പെട്ടപ്പോൾ സിദ്ധാർത്ഥ് തളർന്നുപോയി. അവൻ അനന്യയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമില്ലായിരുന്നു, പകരം മഞ്ഞുരുകിയ പ്രകാശം പോലൊരു സ്നേഹം മാത്രം. എന്നോട് ക്ഷമിക്കുക അനന്യ, നിന്നെ തിരിച്ചറിയാൻ എനിക്ക് 6 വർഷം വേണ്ടി വന്നു. സിദ്ധാർത്ഥ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അനന്യ ചിരിച്ചു. ആ ചിരിയിൽ പഴയ 6 വർഷത്തെ വിഷാദം മാഞ്ഞുപോയി. നിനക്ക് ഓർമ്മയില്ലെങ്കിലും നിന്റെ ഹൃദയത്തിന് എന്നെ അറിയാമായിരുന്നു സിദ്ധാർത്ഥ്. 6 മാസത്തിന് ശേഷം നീ ആരികയിൽ ആ പഴയ കൊട്ടാരം ഇന്ന് വിളക്കുകളാൽ അലങ്കൃതമാണ്. തോരണങ്ങളും പൂക്കളും കൊണ്ട് കൊട്ടാരം ഒരു മണവാട്ടിയെ പോലെ ഒരുങ്ങിയിരിക്കുന്നു. 6 വർഷം മുമ്പ് മുറിഞ്ഞുപോയ ആ വിവാഹം ഇന്ന് പൂർത്തിയാവുകയാണ്. മറൈൻ ഡ്രൈവിലെ കാറ്റും കൊച്ചിയിലെ ഓർമ്മകളും ഇവിടുത്തെ മഞ്ഞുതുള്ളികൾക്കൊപ്പം ഒന്നായി ചേർന്നിരിക്കുന്നു. കസിൻസ് 3 പേരും ജിത്തുവും ബോണിയും ടോണിയും പുതിയ സ്യൂട്ടിൽ ഗമയിൽ നടക്കുന്നു. എടാ ജിത്തു, നമ്മുടെ സിദ്ധുവിനെ നമ്മൾ സെറ്റാക്കി. ഇനി അടുത്താരാ? ടോണി തന്റെ സ്ഥിരം പല്ലവി പാടി. അടുത്തത് നീയല്ലേടാ, ബോണി അവനെ കളിയാക്കി. വിവാഹ മണ്ഡപത്തിൽ വെച്ച് സിദ്ധാർത്ഥ അനന്യയുടെ കഴുത്തിൽ താലിയാർത്തുമ്പോൾ കൊട്ടാരത്തിന്റെ ഗോപുരങ്ങൾക്ക് മുകളിൽ പ്രണയനിലാവ് വിരിഞ്ഞു നിന്നു. ദുരൂഹതകളുടെ മഞ്ഞുപടലങ്ങൾ നീങ്ങി. അവിടം പ്രണയത്തിന്റെ പുത്തൻ പ്രഭാതം പിറന്നു. പ്രണയനിലാവിന്റെ കൊട്ടാരം ഇനി നിഗൂഢതകളല്ല, മറിച്ച് 2 ഹൃദയങ്ങളുടെ സുന്ദരമായ ഒരു ജീവിതത്തിന്റെ സാക്ഷിയാണ്.